കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു അത്. എന്നിട്ട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ഗൗരി അമ്മയെ ഒതുക്കുകയാണ് ചെയ്തത്. വല്ലാത്ത ഒരു ചതിയാണ്. ഇത്തരത്തിലൊരു ചതി നടത്താൻ, അല്ലെങ്കിൽ ആളുകൾക്കെതിരെ വിശ്വാസവഞ്ചന നടത്താൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അതിന് ആപ്റ്റായിട്ടുള്ള പാർട്ടി CPIM തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശൈലജ വിരോധവും അതുതന്നെയാണ് കാരണം. അവരെ പാർലമെൻറ്റിലേക്ക് ഒതുക്കി വിടാം എന്ന് വിചാരിച്ചപ്പോൾ അത് നടന്നില്ല. ഷാഫി പറമ്പിലിനോട് 1.25 ലക്ഷം വോട്ടിന് അവർ പരാജിതയായി. അതേസമയം രാധാകൃഷ്ണനെ, തനിക്ക് ഭീഷണിയാണ്, മികച്ച ഒരു നേതാവാണ് രാധാകൃഷ്ണൻ എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിനെ ഒതുക്കി വിടാൻ കഴിഞ്ഞു. ചേലക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണനെ ആലത്തൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിട്ടു. ഇപ്പോൾ വലിയ ശല്യമൊന്നും രാധാകൃഷ്ണനെ കൊണ്ടില്ല എന്നുള്ളതാണ് പിണറായിയുടെ ആശ്വാസം. വീണ്ടും എല്ലാ ഇളവുകളും തനിക്ക് മാത്രം ആണ് യോഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഊറിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മധുരയിൽ CPIMൻ്റെ ദേശീയ സമ്മേളനം നടക്കുകയാണ്. ആ ദേശീയ സമ്മേളനത്തിലും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിണറായി വിജയന് മാത്രം ഇളവ് നൽകണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് ആലോചിക്കൂ, 2 തവണയിൽ കൂടുതൽ MLA ആകാൻ CPIMൽ പലർക്കും കഴിയുന്നില്ല. തുടർച്ചയായി ആരെയും മന്ത്രിമാരാക്കുന്നില്ല. KK ശൈലജ അടക്കം നിരവധി പേരെ 2ാം തവണ മന്ത്രിയാക്കുന്നതിൽ നിന്നും CPIM തഴഞ്ഞു. മാക്സസെ അവാർഡ് ശൈലജയ്ക്ക് കൊടുക്കുന്നതിൽ നിന്നും CPIM തഴഞ്ഞു. എന്നിട്ട് മുഖ്യമന്ത്രി പദവി പിണറായി വിജയൻ വീണ്ടും കൈവച്ചേക്കട്ടെ. അതേസമയം ഈ പിണറായി വിജയനായിരുന്നു മാക്സസെ അവാർഡ് ലഭിച്ചിരുന്നതെങ്കിൽ, അത്തരത്തിൽ കൃത്യമായും അദ്ദേഹത്തിനാണ് കൊടുക്കാൻ മാക്സസെ കമ്മിറ്റി തീരുമാനിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചിരിയും ചിരിച്ചുകൊണ്ട് ഇരു കൈയും നീട്ടി വാങ്ങിക്കാൻ അവിടേക്ക് വിമാനം കയറിയത്. അപ്പോൾ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പിണറായി വിജയൻ 1ാം നമ്പർ ഇരട്ടത്താപ്പിൻ്റെ ആളാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എന്നുള്ളതാണ് സത്യം. പിണറായി വിജയനും പരിവാരങ്ങൾക്കും എക്കാലവും കേരളം ഭരിച്ചിടാനും എക്കാലവും കേരളത്തിൽ സുഖിക്കാനും വേണ്ടിയാണ് കേരളത്തിലെ മന്ത്രിസഭയും ഇവിടുത്തെ നിയമസഭാ അസംബ്ലിയും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മധുരയിൽ നടക്കുന്ന സമ്മേളനത്തിലും പിണറായി വിജയൻ പറയുന്ന ആളിനെ, പോളിറ്റ് ബ്യൂറോ അംഗത്തിനെ ദേശീയ സെക്രട്ടറി ആക്കിയില്ലെങ്കിൽ കേരളത്തിൽ നിന്നും വലിയ തോതിലൊന്നും ഫണ്ട് പിരിഞ്ഞ് കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് അടുത്ത ഭീഷണിയാണ് പിണറായി വിജയൻ കലർത്താൻ പോകുന്നതെന്ന് വ്യക്തം. അതായത് CPIMനെ മൊത്തത്തിൽ പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതിയായി പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന വ്യക്തി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.